നമസ്കാരം. ദി മാനിഫെസ്റ്റേഷൻ സീരീസ് പാർട്ട് 1 രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും നിർബന്ധപ്രകാരം മാനിഫെസ്റ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് ഈ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളോട്, ഗോളുകളോട് പ്രതികരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടും വളരെ ആഴത്തിലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സീരിയസ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നവർ, നിങ്ങൾ കോച്ചുമാരോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരോ അതല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ച്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഓഡിയോ മുഴുവനായി കേൾക്കുക. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ടതിലല്ല, നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത്, മറിച്ച് ഇറ്റ് ഈസ് റെസ്പോണ്ടിങ് ടു ഹൂ യു ആർ, നിങ്ങൾ ആരാണ് എന്നുള്ളതിലാണ്. ഡിസയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഗ്രഹമെന്ന് പറയുന്നത് ഒരു സർഫസ് ലെവലിലുള്ള കാര്യമാണ്. നമ്മൾ സാധാരണയായി അബണ്ടൻസിനെ കുറിച്ച് സംസാരിച്ചേക്കാം, അബണ്ടൻസിനെ കുറിച്ച് ജേർണൽ എഴുതുന്നവരായിരിക്കാം, വിഷൻ ബോർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, വിഷ്വലൈസേഷൻ ചെയ്യുന്നവരായിരിക്കാം, അഫർമേഷൻ പറയുന്നവരായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക. ഇതിലൊന്നിലുമല്ല യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ്റെ സീക്രട്ട് ഉള്ളത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി റൂട്ടഡ് ആയിരിക്കുന്നത് സ്കേഴ്സിറ്റിയിലാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഫിയർ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ബിൽറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നമ്മൾ പുറമേ ഇതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഐഡൻറ്റിറ്റി സംസാരിക്കുന്ന, അതായത് നമ്മുടെ റിയൽ സെൽഫ് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടാവും. എനിക്കെപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ്. പുറമേ നമ്മളിതൊക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടാവും, എപ്പോഴും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതല്ലെങ്കിൽ പറയുന്നുണ്ടാവും, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ, ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ടാകും, ഞാൻ പെട്ടെന്ന് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യും, ഞാൻ എല്ലാവരെയും എളുപ്പത്തിൽ വിശ്വസിച്ചു പോകും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലരെങ്കിലും പറയുന്നുണ്ടാകും, മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചു പറ്റുക കുറച്ച് പാടുള്ള കാര്യമാണ്, അല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള ഇന്നർ ഡയലോഗ്സ് നമുക്കുണ്ടാകും. എന്നാൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ടല്ല. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എനർജറ്റിക് പോസ്റ്റർ. നമ്മളുടെ നെർവ് സിസ്റ്റം ഹോൾഡ് ചെയ്യുന്നൊരു പോസ്റ്ററുണ്ട് നമ്മളെക്കുറിച്ച്, അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അതാണ് നമ്മുടെ ബോഡി. അതായത് നമ്മുടെ ബോഡി എങ്ങനെയാണ്, ലൈഫ് നമ്മളെങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, അതനുസരിച്ചിട്ടായിരിക്കും ജീവിതം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മാനിഫെസ്റ്റേഴ്സ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡു യു അട്രാക്ട് വാട്ട് ഐ ഡിസയർ? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും? 111155 എന്ന നമ്പറിൻ്റെ പുറകെയൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ആക്ച്വലി ദ റിയൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ആം ഐ ബീയിങ് വെൻ നോ വൺ ഈസ് വാച്ചിങ്? ആരുമില്ലാത്തപ്പോൾ ഞാൻ മാത്രമായിരിക്കുന്ന, എൻ്റെ സെൽഫും ഞാനും മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആരാണ്? അതാണ് നിങ്ങളുടെ വേർഷൻ. നിങ്ങളുടെ അൺഫിൽട്ടേർഡ്, അൺപെർഫോംഡ് സെൽഫ്, അതാണ് യൂണിവേഴ്സ് നോക്കുന്നത്.
യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ പെർഫോംഡ് ആയിട്ടുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു വെർഷനിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ് മിറർ ചെയ്യുന്നത് റിയൽ യുവിലാണ്, യഥാർത്ഥ നിങ്ങൾ, ആരുമില്ലാത്തപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി. ഇനി ഞാനൊന്ന് പറയട്ടെ, നമ്മളുടെ റിയാലിറ്റി, ജീവിതത്തിൻ്റെ റിയാലിറ്റി ഓർഗനൈസ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഈ ബേസ് ലൈൻ സ്റ്റേറ്റിൻ്റെ ബേസിലാണ്. അതായത് നമ്മളുടെ റിയൽ നമ്മൾ എന്താണോ അതിൻ്റെ ബേസിലാണ്. നമ്മുടെ ബേസ് ലൈൻ ഫിയർ ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒരിക്കലും നടക്കില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് ബേസ് ലൈൻ നമ്മളുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിയൽ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ അതിൽ നമുക്ക് ഫിയർ ഉണ്ടെങ്കിൽ യു മാനിഫെസ്റ്റ് പ്രൊട്ടക്ഷൻ വാൾസ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ നമ്മളിലേക്ക് നടക്കുന്നതിൽ ഒരു വലിയ ഡിസ്റ്റൻസ് മാനിഫെസ്റ്റേഷൻ നമ്മളുമായിട്ടുണ്ടാവും, ഒരു വലിയ വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ ബേസ് ലൈൻ അൺവേർത്തിനെസ് ആണെങ്കിലോ മാനിഫെസ്റ്റേഷൻ റിജക്റ്റ് ചെയ്യും, സ്കേഴ്സിറ്റിയും സ്ട്രഗിളുമായിരിക്കും നമുക്കുണ്ടാകുക. അൺവേർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കതിനുള്ള കഴിവുണ്ടോ, എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾ അൺവേർത്തിനെസ് എന്ന് ഉണ്ടാകുന്നതാണ്. ഇത് മാനിഫെസ്റ്റേഷൻ റിജക്ഷനാണ് സംഭവിക്കുക, അല്ലെങ്കിൽ സ്കേഴ്സിറ്റിയിലായിരിക്കും പോവുക, അല്ലെങ്കിൽ സ്ട്രഗിളിലായിരിക്കും. ഇനി നിങ്ങളുടെ ബേസ് ലൈൻ ഓപ്പൺനെസ്സിനാണെങ്കിലോ അവിടെ മാനിഫെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, സപ്പോർട്ട്, എക്സ്പാൻഷൻ എല്ലാം സംഭവിക്കും. സോ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്റ്റേണൽ അല്ല, അതൊരു റെസ്പോൺസീവാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടി തുടങ്ങും. അത് എന്തെങ്കിലും ഒരു ദിവസമല്ല കിട്ടാൻ പോകുന്നത്, അത് ഗ്രാജുവലി അല്ല കിട്ടുന്നത്, ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ്. ബിക്കോസ് ദ ഔട്ടർ വേൾഡ് ഹാസ് നോ ചോയ്സ് ബട്ട് ടു റിഫ്ലക്ട് ദ ഇന്നർ വൺ. സോ പ്ലീസ് ഡു നോട്ട് ചേസ് ഔട്ട്കം. Do not chase people. Do not chase signs. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് പെർമനൻ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് സെൽഫിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സെൽഫ് എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഇതിനോടൊപ്പമുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.